മാഷെ, യെസ്, അതായത് ഈ മസൂദ് അസർ ജയ്ഷെ മുഹമ്മദിന്റെ തലവനും, അപ്പോൾ അങ്ങേരുടെ ഒരു 21 മിനിറ്റ് പ്രസംഗം വന്നിട്ടുണ്ട്. ആ 21 മിനിറ്റ് പ്രസംഗം അയാൾ മർക്കസ് ഉസ്മാൻ ഒ അലി ബഹവൽപൂരിലെ അവരുടെ മർക്കസിൽ നടത്തിയ പ്രസംഗമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ഇന്ത്യൻ ഏജൻസികളില്ലേ ഒക്കെ തുരന്ന് കൊണ്ടുവരുന്ന ഇതാണ്. ആ പ്രസംഗം അങ്ങനെ തന്നെ ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആളുകൾ കാണുമല്ലോ. അപ്പോൾ ആ 21 മിനിറ്റ് ഓഡിയോയിൽ മസൂദ് അസർ പറയുന്നത് അയാൾ എന്തുകൊണ്ടൊരു വനിതാ ചാവേർ ബ്രിഗേഡ് ജെയ്ഷെ മുഹമ്മദിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു പ്രസംഗമാണ്. അയാൾ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യക്ക് അവരുടെ പട്ടാളത്തിൽ മറ്റേ സ്ത്രീകളുണ്ട്. ശരിയാണല്ലോ. കഴിഞ്ഞ ദിവസം ശിവാംഗി സിംഗ് അല്ലേ റഫേൽ പറപ്പിച്ചത് നമ്മുടെ ദ്രൗപദി മുർമുവിനെ. അവരുടെ റഫാലും ശിവാംഗി തകർത്തു, ശിവാംഗിയെ തടവുകാരിയായിട്ട് പിടിച്ചു എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യോമിക സിംഗ് ഉണ്ട്. അതെ, ഇത് ശിവാംഗി സിംഗിന്റെ അവര് പറത്തിയ റഫാൽ ഞങ്ങൾ തകർത്തു, അവര് ഞങ്ങളുടെ തടവിലാണെന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ശിവാംഗിയാണ് മറ്റേ അതെ മുർമുവിനെ പ്രസിഡന്റിനെ കൊണ്ടുപോയത്. അതോടുകൂടി അത് തീർന്നില്ലേ? അപ്പോൾ ശരിയാണ്, നമുക്ക് അങ്ങനെ പട്ടാളത്തിലും വ്യോമസേനയിലും നാവികസേനയിലും ഒക്കെ ഉണ്ട്. പിന്നെ അയാൾ പറയാണ് ഇന്ത്യക്ക് വനിതാ പത്രപ്രവർത്തകരുണ്ട്. ഈ പട്ടാളക്കാരികളെയും ഈ മാധ്യമ പ്രവർത്തകകളെയും ഒക്കെ എനിക്കെതിരെ തിരിച്ചുവിടുകയാണ്. ഇയാൾക്കെന്തോ ഇയാൾ വലിയ സംഭവം എന്നുള്ളൊരു തോന്നലുണ്ട്. ഇങ്ങനെ ഇയാൾ പറയുന്നു. ഇനി ഈ വനിതാ ചാവേർ ബ്രിഗേഡ് ജെയ്ഷെ മുഹമ്മദിന്റെ ഇതിന്റെ പേര് ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്നാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ചില അറബി വാക്കുകൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാഷ് കറക്റ്റ് ചെയ്താൽ മതി. ഹിന്ദു സ്ത്രീകളെ മാധ്യമങ്ങളിലും പട്ടാളത്തിലും എനിക്കെതിരെ അവര് നിരത്തിയിരിക്കുന്നു. അതിനാൽ അവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വനിതാ ചാവേർ ബ്രിഗേഡ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ആണുങ്ങളെപ്പോലെ തന്നെ ഇവർക്കും പരിശീലനം കൊടുക്കും. ഇവർക്ക് 15 ദിവസത്തെ ദൗറ ഇ തർബിയാത്ത് എന്ന് പറഞ്ഞ കോഴ്സ് ഇവർക്ക് നടത്തും. അങ്ങനെ സ്ത്രീകൾ ദൗറ ഇ തസ്കയുടെ ഭാഗമാവും എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ കോഴ്സ് അല്ലേ, ജിഹാദി പരിപാടിയിലേക്ക് അല്ലേ? അതിനെന്താ പറയുക, ഇൻഡക്ഷൻ കോഴ്സിന് പ്രാരംഭ പരിശീലനമോ കോഴ്സോ ആമുഖ സംഭവം കൊടുക്കും. ആണുങ്ങളുടെ ആദ്യത്തെ കോഴ്സ് പോലെ തന്നെയായിരിക്കും ഈ സ്ത്രീ ചാവേറുകളുടെ കോഴ്സും. അവരെ തീവ്രവാദികളാക്കുക, ജിഹാദികളാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇന്ത്യക്കെതിരായ അവർ ആക്രമണം നടത്തുമ്പോൾ അവർ സ്വർഗത്തിലെത്തും. മരണത്തിന് ശേഷം സ്ത്രീകളും സ്വർഗത്തിലെത്തും. ആണുങ്ങൾ ഹൂറി പാദം പോവുകയല്ലേ ചെയ്യുക ഹൂറികളുടെ അടുത്ത്. അപ്പൊ ഇസ്ലാമിൽ ഈ സ്ത്രീകൾക്കും സ്വർഗത്തിൽ ചെല്ലാനുള്ള ഒരു വഴി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഈ ശരിക്കും പറഞ്ഞ ഭീകരവാദികളുടെ ഏറ്റവും നൂതനമായ തട്ടിപ്പ് ആണ് ഇപ്പോൾ ഈ നടക്കുന്നത്. സ്ത്രീകളെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുക, അവർക്ക് സ്വർഗത്തിൽ പോകാൻ. ഈ ഷഹീദ് ശുഹദാക്കൾ എന്നൊക്കെ പറയുന്ന പഴയ പോരാട്ട ജിഹാദിന് പോകുന്നവരൊന്നും സ്ത്രീകളെ കൊണ്ടുപോകാറില്ല. ഇപ്പോൾ 921 ഇവിടെ നടന്ന ജിഹാദിൽ പോലും സ്ത്രീകൾ നേരിട്ട് പോകാൻ പലരും തയ്യാറായത്രേ, പല കാരണങ്ങളാൽ. ചരിത്രകാരന്മാർ പറയുന്നത് പല ജിഹാദിന് പോകുന്ന പല പോരാളികൾക്കും നല്ല കാമുകിമാരുണ്ടായിരുന്നു. അവർക്ക് കൂടെ പോകണമെന്നുണ്ട്, അവനെ കാക്കാനും കൂടെ നിൽക്കാനും. പക്ഷെ അവരെ കൂടെ കൊണ്ടുപോയില്ല. എന്നിട്ട് വേഷം മാറി പല സ്ത്രീകളും പോയി എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വാര്യൻകുന്നന്റെ ഒരു ഭാര്യ വാര്യൻകുന്നന്റെ സഹോദരന്റെ കൂടെ ഒളിച്ചുകൂടിയെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഓഗസ്റ്റ് 26, 1921 അന്ന് കണ്ടെടുക്കപ്പെട്ട ഈ കൂട്ടക്കൊല ചെയ്യുകയാണല്ലോ ചെയ്തത്. ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് ഇവരെ മൊത്തം നിരത്തുക ചെയ്തത്. അതിൽ പിന്നീട് ഈ ഡെഡ് ബോഡി തിരഞ്ഞപ്പോൾ പുരുഷ വേഷത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് പോരാളികൾക്ക് ബാക്കിയെല്ലാം ചെയ്തു കൊടുത്താൽ മതി. പോരാളികൾ ഈ പറഞ്ഞ ജിഹാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവരുടെ വെപ്പാട്ടികളായിട്ട് പോലും കഴിഞ്ഞുകൂടാം. പക്ഷേ അവർക്ക് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതിന് പകരം അവരെ കൂടി ഇപ്പോൾ ഒരു സ്ത്രീ സമത്വം ലിംഗനീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു അജണ്ട.
അതാണ് ഈ ജമയ്യത്തുൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നത്. മുഅ്മിനീൻ എന്ന് കേട്ടില്ലേ? മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ, മറ്റേത് വിശ്വാസിനികൾ. മുഅ്മിനാത്ത് എന്ന് പറയുന്നത് വിശ്വാസിനികളുടെ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് പോരാളികളായ വലിയ വലിയ ശുഹദാക്കളുടെ ഒരു വലിയ പടം ഉണ്ടാക്കുകയാണ്. അവർക്കും സ്വർഗമുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ഈ ആണുങ്ങൾക്ക് കിട്ടുന്ന പോലെ തുല്യ പദവിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചോദനമാണ്. അതാണ് ഈ പ്രീലിമിനറി കോഴ്സ്. ഇവര് സ്വർഗത്തിൽ പോവെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഹൂറികളുടെ ആവശ്യം എന്താ? ഇതൊക്കെ ഈ ഹൂറുല്ലി എന്നൊക്കെ പറയുന്ന രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ഹൂറുല്ലി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ അല്ല എന്നും, ഈ അതിൻ്റെ ഒരു നേർക്കുനേരുള്ള അർത്ഥം ആണാണെങ്കിൽ അപ്സരസ്, ആണാണെങ്കിൽ പെണ്ണും പെണ്ണാണെങ്കിൽ ആണും എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു ശരിയായ എൻ്റെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അല്ലാമ ഇക്ബാലൊക്കെ പറയുന്ന വ്യാഖ്യാനം ഈ ദേഹേച്ഛകളില്ലാത്ത ഒരു മാനസികാവസ്ഥയുണ്ട്. ദേഹേച്ഛകളില്ലാത്ത അവസ്ഥക്കാണ് സ്വർഗം എന്ന് പറയുന്നത്, അല്ലാതെ അത് തോട്ടവും ഊർലിങ്ങളും മദ്യവും അല്ല എന്നാണ്. അത്രയേ ഉള്ളൂ. ദാഹമില്ലാത്ത അവസ്ഥ, അതിന് ഔദൽ കൗസ, നമ്മൾ അമൃത് കഴിച്ചാലുണ്ടാകുന്ന അവസ്ഥ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതൊന്നും ഇപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല സാറേ. ആർക്കാണ് ഈ സ്പിരിച്വാലിറ്റി ഉള്ള ഒരുത്തൻ മനുഷ്യനെ കൊല്ലാൻ, നിരപരാധികളെ കൊല്ലാൻ പോവോ? അവൻ എന്ത് സ്പിരിച്വാലിറ്റി? അപ്പോൾ ഇവൻ്റെ ഒരു തട്ടിപ്പ്, വേറൊരു തട്ടിപ്പ് കൂടി ജയ്ഷെ മുഹമ്മദിൻ്റെ പുതിയ തട്ടിപ്പാണ് ഞാൻ പറയുന്നത്. പുതിയ തട്ടിപ്പിൻ്റെ പേരെന്താ അറിയോ? അവൻ്റെ സെൻറ്ററിൻ്റെ പേര് സാറ് വായിച്ചല്ലോ, മർക്കസുൽ ഉസ്മാൻ വ അലി. അതെന്താണെന്നറിയോ തട്ടിപ്പ് എന്നറിയോ? മർക്കസുൽ അലി എന്ന് പറഞ്ഞാൽ അത് ഷിയ വിഭാഗത്തിന്റെ, ഉസ്മാനും കൂടി ചേർത്താൽ സുന്നിയും ഷിയയുമായി. രണ്ടു കൂട്ടത്തു നിന്നുള്ള ആണുങ്ങളായിരുന്നു ഇതുവരെ പറ്റിച്ചത്, ഇനി പെണ്ണുങ്ങളെ കൂടി പറ്റിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എല്ലാ വിഭാഗം മുസ്ലിങ്ങളെയും ഒരുമിച്ച് പറ്റിക്കാമെന്ന തട്ടിപ്പ് കൂടിയാണ്. ഭീകരന്മാരായ തട്ടിപ്പുകാരാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഭാഗം. ഇനി ഇതിന്റെ രണ്ടാം ഘട്ടം അയാൾ പ്രസംഗത്തിൽ പറയുന്നത് ദൗറ ആയത്തുൽ നിസ. ആയത്തുൽ നിസ, ജിഹാദ് എങ്ങനെ നടത്തണമെന്ന് ഇസ്ലാമിക പാഠങ്ങളിൽ, ഇസ്ലാമിക് ടെക്സ്റ്റ് ഇതിൽ പറയുന്നത് എങ്ങനെ എന്നവർക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ്. ഇതിന് എല്ലാ ജില്ലകളിലും ശാഖകളുണ്ടാവും. പാകിസ്ഥാനിൽ എല്ലായിടത്തും മുന്താസീമ എന്ന് പറഞ്ഞാൽ മാനേജർ ഉണ്ടാവും ഒരു ശാഖയ്ക്ക്. മൊഹന്ദിസ്മ അല്ലേ? അങ്ങനെ ലേഡി മാനേജർ. ഞാൻ ഇംഗ്ലീഷിൽ നിന്നുള്ള മൊഹന്ദിസ്മ. ഓക്കെ, മൊഹന്ദിസ് മാനേജറാണ്, ലേഡി മാനേജർ അർത്ഥത്തിലേക്ക്. പിന്നെ കൂടുതൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ മാനേജറുടെ ചുമതല. ഈ സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. ഈ ഇതിലെ സ്ത്രീ ബ്രിഗേഡായിട്ട് വരുന്നവര് ഈ മെസ്സഞ്ചർ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ അവർക്ക് ബന്ധമില്ലാത്ത പുരുഷന്മാരോട് മിണ്ടിക്കൂടാ. ഭർത്താവിനോടോ അടുത്ത ബന്ധു, അതായത് ബാപ്പയോടോ ഒക്കെ മറ്റേ സംസാരമാകാവൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരി മസൂദ് അസറിന്റെ തന്നെ സഹോദരി സാദിയ അസർ ആണ്. പിന്നെ വേറൊരു സഹോദരി ഉണ്ടായാൾക്ക് സമീറ. പിന്നെ ഉമർ ഫറൂഖിന്റെ ഭാര്യ അഫീറ. ഉമർ ഫറൂഖ് ആരാന്ന് വെച്ചാല് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ആളാണ് ഉമർ ഫറൂഖ്. അയാളുടെ ഭാര്യ അഫീറ. അപ്പോൾ നല്ല ബെസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ വരുന്നത്. ഇന്ത്യൻ പട്ടാളം കൊന്നവരുടെ 4-5 ബന്ധുക്കൾ ഈ ചാവേർ സംഘത്തിൽ ഉണ്ട് എന്ന് മസൂദ് അസർ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതികാര ബുദ്ധിയുള്ള ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. മൂത്ത സഹോദരി ഹവ്വ ബീബി, അവരുൾപ്പെടെ 14 എൻ്റെ കുടുംബാംഗങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ശുഹദാക്കളായി എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ ഈ ഹവ്വ ബീബി മയ്യത്താകുന്നതിന് മുമ്പേ അവരോട് ഇങ്ങനൊരു വനിതാ ചാവേർ ബ്രിഗേഡ് ഉണ്ടാക്കുന്ന കാര്യം സംസാരിച്ചിരുന്നു എന്നും മസൂദ് അസർ. ഹവ്വ ബീബിയുടെ ഒസിയത്ത് കൂടിയാണ് ഇപ്പൊ നടപ്പാക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു മാതൃക നന്നു സാർ. ഏതായാലും നല്ലതാണ്. കാരണം ഏറ്റവും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോയി മാതൃക കാണിക്കണമല്ലോ. പക്ഷേ ഈ കൊണ്ടുപോകുന്നത് എന്തുമാത്രം സ്വന്തം ഇഷ്ടത്തോടെയാണ്, മരിക്കാനാണ് പോകുന്നത് എന്ന് ഈ മരണം കണ്ടു നിൽക്കുന്ന ഈ പാവങ്ങളായ പെണ്ണുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ കൊണ്ടുപോകുന്ന ആരാണ്? ഭർത്താവ് അല്ലെങ്കിൽ ആങ്ങള. അവരുടെ ഒരു ഭീകരമായ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, സ്ത്രീകളുടെ അവകാശമുണ്ട് എന്നുള്ളതൊക്കെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് എളുപ്പമാണ് സർ.
ഇവർ ഈ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാവേറുകളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ കൊണ്ടുപോയാൽ തന്നെ എളുപ്പമാവും. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കൂട്ടത്തിൽ എപ്പോഴും ഒന്നുകിൽ കൊല്ലപ്പെട്ട ഒരുത്തൻ്റെ ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ പെങ്ങന്മാരുണ്ടാവും. അവർക്ക് ഇനി അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനോ ശിഷ്ടജീവിതം അതിനു വേണ്ടി നീക്കി വെക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല. ജീവിതത്തിൽ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ള കുടുംബത്തിൻ്റെ നാഥന്മാരും തൂണുകളും തലവന്മാരുമാണ് ഈ പോയിട്ടുണ്ടാവുക. അനാഥത്വം പേറുന്നതിനേക്കാൾ നല്ലത് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു കാര്യമുള്ളത്. വേറൊന്ന്, ഇവരൊക്കെ സ്വന്തം ഭാര്യമാരെ ചേർത്താൽ ആണുങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും. കാരണം ഒരാൾക്ക് മിനിമം 3-4 ഭാര്യമാരുണ്ടല്ലോ, കണക്കിൽപ്പെട്ടത് തന്നെ ഉണ്ടാവും 3-4. ഒന്നിലേറെ ഭാര്യമാർ ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട്. ഇല്ലാതെ തൊട്ട് എല്ലാവരെയും കണക്കെടുത്തോളൂ, ആർക്കാ ഇല്ലാത്തത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പാക്കേജ് കൂടിയാണ്. ഒരു പക്ഷേ ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്ന് പറയില്ലേ, ഇവർ തന്നെ കൊലക്ക് കൊടുത്താണ്. വേറൊരു ഗുണം കൂടി ഇതുകൊണ്ട് ഇയാൾക്ക് ഉണ്ടാവില്ലേ, മസൂദ് അസറിനും കൂടുതൽ വെപ്പാട്ടിമാര് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടി അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ വലിയ നക്സല നേതാക്കൾക്കൊക്കെ വെപ്പാട്ടിമാരില്ലേ? എല്ലാവർക്കും ഉണ്ട്. നക്സലൈറ്റുകൾക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾക്കൊക്കെ തന്നെ തീവ്രവാദം നേരിട്ട് വാക്കുകൊണ്ട് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അല്ലാതെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി പരിശീലനം കൊടുക്കുന്നവരും. ഇവർക്കൊക്കെ തന്നെ അതിൻ്റെ അകത്തളങ്ങൾ കയറി എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിൽ നടന്ന പ്രമുഖരായ ആളുകളുടെ ബഹുഭാര്യത്വം എടുത്ത് നോക്കൂ. വീട്ടിലൊരു ഭാര്യയുണ്ട്, ഇവരെ കർമ്മമണ്ഡലത്തിൽ വേറെയും ഭാര്യമാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇത് ഈ ഭാര്യമാർ ഒന്നിലേറെ ഉണ്ട്. അവർ പറയുന്ന ഏത് അടിമപ്പണിയും ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ മരണം കണ്ടു നിന്ന സ്ത്രീകൾക്ക് ആലോചിച്ച് നോക്കൂ, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്, ഗതികേട് കൊണ്ടാണ് അവരും മരണത്തിലേക്ക് പോകുന്നത്. കണ്ടു നിന്നവരാണല്ലോ, മരണം കണ്ടു നിന്നവരാണ്. ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഗതിയിലൊക്കെ തകർക്കുമ്പോൾ ഇവരുടെ ബീബിമാരും മയ്യത്തായി പോകുന്നുണ്ടല്ലോ. അപ്പൊ വേറെ ബീബിമാരെ കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടി ആയിക്കൂടെ? അതും ആവാം. പോരാളികൾ എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട് ചെയ്ത് വന്നിട്ട് ഒരിക്കൽ അതിനകത്ത് ചെന്നുപെട്ട കുട്ടിക്ക് പിന്നെ രക്ഷയില്ലല്ലോ. ആണായാലും പെണ്ണായാലും രക്ഷയില്ല. അവർക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? പരമാവധി ഇവർ കൽപ്പിക്കുന്നത് അത് ഇവരുടെയൊക്കെ ഈ അഫ്ഗാൻ താലിബാൻ അത് ചെയ്യുന്നവരാണ്. ഇറാനിലെ എനിക്ക് തോന്നുന്ന വേറൊരു സംഭവം ഉണ്ട്. സ്ത്രീ ശാക്തീകരണമാണെങ്കിലേ ബൂമറാങ് ചെയ്യും ചിലപ്പോ. ഇവരുടെ കയ്യിൽ AK-47 ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇവര് ഒരു ഘട്ടം വന്നാൽ മസൂദ് അസറിനെയും വെടിവെച്ച് കൊല്ലും. ആരെയും സ്ത്രീകള്, ഇതിനകത്തുള്ള സ്ത്രീകൾക്ക് എപ്പോ ബോധം വരുന്നുവോ അതായിരിക്കും ഇനി ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ബോംബ്, ഏറ്റവും വലിയ ഭീഷണി അതായിരിക്കും. സ്ത്രീകൾ തിരിഞ്ഞാലുണ്ടല്ലോ, തിരിച്ചടിക്കുമല്ലോ. പ്രവാചകന്റെ ചരിത്രത്തിലും അതുണ്ടല്ലോ. ഇവരൊക്കെ പ്രവാചകന്റെ ചരിത്രത്തിൽ സ്ത്രീകൾ യുദ്ധത്തിന് പോയ പിന്നെ ഒരു സാധ്യതയുള്ളത്, കുറെ അജ്ഞാതന്മാര് പാകിസ്ഥാനിലെ ഈ ഭീകര നേതാക്കളെയൊക്കെ കൊന്നിരുന്നില്ലേ, ഇനി അജ്ഞാതരായ സ്ത്രീകളും ഉണ്ടായി എന്ന് വരും ചിലപ്പോൾ. തീർച്ചയായിട്ടും. ഇനി ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഈ അജ്ഞാതർ എന്ന് പറഞ്ഞു കേട്ടാൽ ഉറപ്പിച്ചോളുക, ഒരു പക്ഷേ അത് പേര് വെളിപ്പെടുത്താൻ ധൈര്യമോ സാധ്യതയോ ഇല്ലാത്തൊരു സ്ത്രീയുമാകാം. പലപ്പോഴും അജ്ഞാതർ പോലും സ്ത്രീകളാവാം. ഈ അജ്ഞാത നാമാക്കളായ പുസ്തകങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് അത്തരം ഉണ്ടായ കൃതികളെ പലതും ഞാൻ നോക്കിയിട്ടുണ്ട്. അതിന് പേര് വെക്കാൻ ധൈര്യമില്ലാത്ത സ്ത്രീകളാണ് പലരും കർത്താക്കൾ. അതുകൊണ്ട് അത്തരം സാധ്യതകളും ധാരാളമുണ്ട്. എന്തായാലും ഇതൊരു പുതിയ അധ്യായമായിരിക്കും. ഒന്നുകിൽ വിനാശകാലേ വിപരീത ബുദ്ധി. എന്താ സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. വിനാശകാല ജിഹാദി ബുദ്ധി. യെസ്, കറക്റ്റാണ്. രണ്ടും രണ്ടല്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.